കേരളത്തിലെ സ്ഥാനാർത്ഥികളെയൊക്കെ എത്തുന്ന കേരളത്തിലടക്കമുള്ള എല്ലാ സ്റ്റേറ്റുകളിലെയും സ്ഥാനാർത്ഥികളുടെ ചർച്ച നടന്നു. കേരളം, കർണാടകം, തെലങ്കാന, അതുപോലെ ഛത്തീസ്ഗഡ്, ഡൽഹി സ്റ്റേറ്റുകളിൽ, ലക്ഷദ്വീപ് അടക്കം സ്റ്റേറ്റുകളിൽ എല്ലാ സീറ്റുകളിലും ചില സീറ്റുകളിൽ പാനലുണ്ട്. ആ സീറ്റുകൾ പെൻഡിങ് വെച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ സീറ്റുകളും തീരുമാനമായിട്ടുണ്ട്. അതുകൊണ്ട് ആ തീരുമാനം താമസം വിന AICC പ്രഖ്യാപിക്കും. അല്ല, ആ തീരുമാനം നിങ്ങൾ അതൊക്കെ ഇപ്പം തീരുമാനം ലിസ്റ്റ് വരുന്നതിന് മുമ്പ് എനിക്ക് അനൗൺസ് ചെയ്യാൻ പറ്റൂ. കോൺഗ്രസ് പ്രസിഡന്റിൻ്റെ അപ്രൂവലിന് വേണ്ടി ആ ലിസ്റ്റ് പോയിട്ട് കോൺഗ്രസ് പ്രസിഡന്റ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഫോമലായിട്ട് അനൗൺസ് ചെയ്യാൻ പറ്റും. അല്ല, നിങ്ങൾക്ക് എന്തും പറയാം. നിങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഒരുപാട് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഒരുപാട് പേരെ സ്ഥാനാർത്ഥികളാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം ഒരു വിരാമം മണിക്കൂറുകൾക്കകം ഉണ്ടാവും. ഇന്നിപ്പോൾ രാത്രി പാതിരാത്രി നിങ്ങൾക്കെല്ലാം ഉറങ്ങാനുള്ള സമയം തരണ്ടേ? നിങ്ങൾ ഒരുപാട് അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ കാര്യത്തിൽ ഒരു സീറ്റിൻ്റെ പ്രഖ്യാപനം കോൺഗ്രസ് പ്രസിഡന്റിന് ഒപ്പിടുന്നതിന് മുമ്പ് ഒരു സീറ്റും അന്തിമമല്ല, ഏതും മാറ്റത്തിന് വിധേയവുമാണത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള അവകാശം ഇല്ല. അത് ഒഫീഷ്യലായിട്ട് CP അപ്രൂവ് ചെയ്ത് ഒപ്പിട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ഏതോ പിന്നെയും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. ആദ്യം പറഞ്ഞല്ലോ, ഞാൻ ഇത്ര എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം ഉണ്ടാവും. കേരളത്തിലെ അതായിരിക്കാനാണ് സാധ്യത. കേരളത്തിൽ അങ്ങനെ ഒരു തർക്കവുമില്ല. എല്ലാ നേതാക്കന്മാരും യുനാനിമസ് ആയിട്ടുള്ള ഡിസിഷൻസ് ആണ്. ഞങ്ങളുടെ പ്രവർത്തകർക്ക് ഒരു നിരാശയുമില്ല സുഹൃത്തെ. ഞങ്ങളുടെ പ്രവർത്തകരുടെ ആവേശം നിങ്ങൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ആവേശം വഴിതിരിച്ചു വിടാനുള്ള മരുന്നുകളൊക്കെ ചിലർ ചെയ്യുന്നുണ്ട്. പക്ഷേ എത്ര മരുന്നിട്ടാലും ഞങ്ങളുടെ പ്രവർത്തകൻ്റെ ആവേശത്തെ തണുപ്പിക്കാൻ കേരളത്തിൽ കഴിയില്ല. വർദ്ധിത വീര്യത്തോടുകൂടി അവർ ഇപ്പോൾ രംഗത്തുണ്ട്. അതിനേക്കാൾ വീര്യത്തോടുകൂടി സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതോടുകൂടി രംഗത്ത് വരും. ഞങ്ങൾ മുഴുവൻ സീറ്റും ജയിക്കും കേരളത്തിൽ. ആലപ്പുഴ സീറ്റിന്റെ കാര്യത്തിൽ തീരുമാനമായിരുന്നു. ആലപ്പുഴ കേരളത്തിൽ പെട്ടതല്ലേ? അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ ആ തീരുമാനം അടക്കം എല്ലാ തീരുമാനങ്ങളും ഒന്നിച്ചു വരും. BJP പോയതോടുകൂടി എന്തെങ്കിലും തരത്തിൽ കേരളത്തിൽ കോൺഗ്രസിന് ക്ഷീണം ഉണ്ടാവുമോ? ആ കാര്യത്തെക്കുറിച്ച് നമുക്ക് നാളെ സംസാരിക്കാം. എനിക്ക് പറയാനുണ്ട് ഒരുപാട് കാര്യം. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ കാര്യങ്ങൾക്കൊക്കെ ഓരോന്നിനും നിങ്ങൾ ചോദിച്ചത് നിങ്ങൾ വളരെ ബുദ്ധിമാന്മാരാണ്, ചോദിച്ചെടുക്കണ്ട. എന്തായാലും ഞാൻ പറഞ്ഞതിനകത്ത് എല്ലാം ഉണ്ട്. ലിസ്റ്റ് വൈകാതെ പുറത്തിറങ്ങും.